സോ അപ്പോൾ എൻ്റെ ഒരു സീനിയർ പറഞ്ഞു അവർ ഇംഗ്ലീഷിന് വേണ്ടി ഓൺലൈനായിട്ട് ഇപ്പോൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞ് തപ്പി ഇറങ്ങി ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. എൻ്റെ ഏറ്റവും നല്ലൊരു ഫീച്ചറായിട്ട് പറയാനുള്ളത് പെപ്പിൻ്റെ ആപ്പാണ്. ഇറ്റ് വാസ് എ വെരി യൂസ്ഫുൾ ആപ്പ്. ഹാൻഡി ആയിരുന്നു. എവിടെ ചെന്നാലും നമുക്ക് എവിടെ ട്രാവൽ ചെയ്യുകയാണെങ്കിലും നമുക്ക് ആപ്പിനെ സമീപിക്കായിരുന്നു. യെസ്, എനിക്ക് പെപ്പിൻ്റെ ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെയാണ് കോളേജിൽ നിന്ന് ജോയിൻ ചെയ്തത്. പിന്നെ അതല്ലാതെ പെപ്പിൽ നിന്നും നമുക്ക് കോമൺ ആയിട്ടുള്ള കോൺടാക്ട്സ് ഒക്കെ വഴി ഞങ്ങളുടെ റിസൾട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റി ആരൊക്കെ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കോൺടാക്ട്സും കിട്ടിയായിരുന്നു. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഹായ് എവരിവൺ, എൻ്റെ പേര് ബെറ്റ്സി. ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ നിന്നും MA ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ഡിഗ്രി ചെയ്തത് കോട്ടയത്താണ്. അപ്പം എൻ്റെ കോളേജിൻ്റെ പേര് KE കോളേജ് മാന്നാനം. അവിടെ സൈക്കോളജിയിൽ എൻ്റെ സീനിയേഴ്സിന് പെപ്പിൻ്റെ ഓഫ്ലൈൻ കോച്ചിങ് അന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അവർ വഴിയാണ് ഞാൻ അറിഞ്ഞത് പെപ്പിൻ്റെ കോഴ്സസ് ഉണ്ടെന്ന്, ഇങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ വേണ്ടി എൻട്രൻസ് കോച്ചിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. സോ അപ്പോൾ എൻ്റെ ഒരു സീനിയർ പറഞ്ഞു അവർ ഇംഗ്ലീഷിന് വേണ്ടി ഓൺലൈനായിട്ട് ഇപ്പോൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞ് തപ്പി ഇറങ്ങി ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഒരു കോച്ചിങ് എന്നൊരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. പെപ്പിന് ജോയിൻ ചെയ്തപ്പം ഏതൊരാളെയും പോലെയും എനിക്കും എൻ്റെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. കാരണം ഇതൊരു ഓൺലൈൻ കോഴ്സ് ആയിരുന്നല്ലോ. ബിക്കോസ് ഞങ്ങൾ കൊറോണ ആയിരുന്നുകൊണ്ട് നമുക്ക് ഓഫ്ലൈൻ ഒന്നും കിട്ടത്തില്ലായിരുന്നു. അപ്പം ഓൺലൈൻ കോഴ്സ് ആണെങ്കിലും എനിക്കൊരു ഫുള്ളി പാക്ഡ് ഒരു ഗുഡ് കോഴ്സ് തന്നെയായിരുന്നു അത്. എനിക്ക് എൻ്റെ ഏറ്റവും നല്ലൊരു ഫീച്ചറായിട്ട് പറയാനുള്ളത് പെപ്പിൻ്റെ ആപ്പാണ്. ഇറ്റ് വാസ് എ വെരി യൂസ്ഫുൾ ആപ്പ്. ഹാൻഡി ആയിരുന്നു. എവിടെ ചെന്നാലും നമുക്ക് എവിടെ ട്രാവൽ ചെയ്യുകയാണെങ്കിലും നമുക്ക് ആപ്പിനെ സമീപിക്കായിരുന്നു. ആപ്പിൻ്റെ ബെസ്റ്റ് ഫീച്ചർ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും മോക്ക് ടെസ്റ്റുകൾ നടത്തുമായിരുന്നു. അപ്പോൾ നമ്മൾ ആപ്പിൽ കയറിയിട്ടാണ് മോക്ക് ടെസ്റ്റ് ചെയ്യുക. ആ മോക്ക് ടെസ്റ്റ് എല്ലാം ഒരു തവണത്തെ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് എല്ലാം എപ്പോഴും ആപ്പിൻ്റെ അകത്ത് സേവ്ഡ് ആണ്. സോ ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലും എവിടെ പോകുകയാണെങ്കിലൊക്കെ ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിലും നമുക്ക് വേഗം ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ടെസ്റ്റിൻ്റെ കൂടെ തന്നെ അതിലൊരു സോഫിസ്റ്റിക്കേറ്റഡ് ഫീച്ചർ എന്ന് തന്നെ പറയാൻ പറ്റുന്നത് ആൻസേഴ്സും അതിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് സംതിങ് വെരി ഹെൽപ്ഫുൾ വിച്ച് ഐ ഫൗണ്ട് ഇൻ ദിയർ ആപ്പ്. പിന്നെ ക്ലാസ്സസിനെ പറ്റി പറയുകയാണെങ്കിൽ അമേസിങ് ഐ ഹാവ് ടു സേ. ബിക്കോസ് എനിക്ക് ലാസ്റ്റ് ഇയർ ആയപ്പോഴത്തേനും നമുക്ക് കോളേജിൽ നിന്നും ഒരു ലൈവ് ക്ലാസ്സസ് ഒക്കെ കിട്ടുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ കുറഞ്ഞ സമയത്താണ് ഞങ്ങൾക്ക് പെപ്പിൽ ഒരു 4 to 5 മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി രശ്മി മാം, അനുപമ മാം, സഫ്വാൻ സർ. അപ്പം അവരെല്ലാം ഞങ്ങൾക്ക് ഒരു നല്ല ബേസ് ഉണ്ടാക്കി തന്നിട്ട് തന്നെയാണ് ഞങ്ങൾക്കൊരു എൻട്രൻസ് ലെവൽ കോച്ചിങ് തന്നത്. ആദ്യം ഞങ്ങൾക്ക് തിയറീസിനെയൊക്കെ പറ്റി നല്ല ബേസ് വെച്ച് തുടങ്ങി ക്ലാസ്സസ് എടുത്ത് തന്നു. പിന്നെ ഞങ്ങൾക്കൊക്കെ അപ്പോൾ ഫൈനൽ ഇയർ ആയതുകൊണ്ട് പ്രൊജക്റ്റിനൊക്കെ പറ്റി വർക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ 1-on-1 മെൻറ്റേഴ്സ് എപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊജക്റ്റിന് വേണ്ടി ഹെൽപ്ഫുള്ളായിട്ട് എങ്ങനെ നമുക്കൊരു തിയറീനെ ഉപയോഗിക്കാം എന്നൊക്കെയുള്ളൊരു ഗൈഡൻസും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. പിന്നെ ക്ലാസ്സസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓഫ്കോഴ്സ് അവർ ഇൻട്രാക്റ്റീവ് സെഷൻ തന്നെയായിരുന്നു. ഇപ്പം തിയറി ആണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും എന്ത് കവർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ക്ലാസ്സിൻ്റെ എൻഡിൽ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ചെറിയ ഐഡിയ കിട്ടി തുടങ്ങി ഇത് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക എന്നുള്ളത്. പിന്നെ ടുവേർഡ്സ് ദ എൻഡ് ആയപ്പം അത് അതിൻ്റെ തന്നെയായിട്ടുള്ളൊരു ഇൻറ്റൻസീവ് ലെവലിലാണ് പോയിക്കൊണ്ടിരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതിൻ്റെ കൂടെ വെച്ചൊരു ടൈം ലൈനും എക്സ്പ്ലനേഷനൊക്കെ എപ്പോഴും കൊടുക്കുമായിരുന്നു. സോ അതും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. മെൻറ്ററിങ് ഓഫ് കോഴ്സ് ഇറ്റ് വാസ് വെരി ഗുഡ്. ഐ ഫൗണ്ട് ഇറ്റ് റിയലി ഹെൽപ്ഫുൾ. എൻ്റെ മെൻറ്റർ രശ്മി മാം ആയിരുന്നു. ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ടു ഹർ. ഷി വാസ് റിയലി ഹെൽപ്ഫുൾ അറ്റ് ഓൾ പോയിൻറ്റ്സ് ഓഫ് ടൈം. ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങൾ പെപ്പിൻ്റെ ആദ്യത്തെ ഒരു MA ഇംഗ്ലീഷ് കോഴ്സ് ബാച്ചും കൂടെ ആയിരുന്നു. അത് മാത്രമല്ല ഞങ്ങൾക്ക് കിട്ടിയ 1-on-1 മെൻറ്റേഴ്സിനെ ഞങ്ങൾക്ക് ഏത് സമയത്ത് വേണേലും സമീപിക്കായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പം ലാസ്റ്റ് മിനിറ്റ് പഠിക്കാൻ തുടങ്ങിയവർക്ക് വരെ ഏതൊരു സില്ലി ഡൗട്ടായിട്ട് ഞങ്ങളുടെ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തായിരുന്നാലും ഞങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ നമ്മൾ എക്സാമിൻ്റെ ടൈമിനും കൂടെ ആകുമ്പോഴാണല്ലോ നമുക്ക് പഠിക്കാനുള്ള തീവ്രത കൂടുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കോമൺ ഫാക്ടറാണ് ഞങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിലാണെങ്കിലും ഏത് ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുത്താലും ഞങ്ങൾക്ക് എപ്പോഴും ഓഡിയോ വഴിയാണെങ്കിലും അവരെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങളുടെ മെൻറ്റേഴ്സ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. യെസ്, എനിക്ക് പെപ്പിൻ്റെ ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെയാണ് കോളേജിൽ നിന്ന് ജോയിൻ ചെയ്തത്. പിന്നെ അതല്ലാതെ പെപ്പിൽ നിന്നും നമുക്ക് കോമൺ ആയിട്ടുള്ള കോൺടാക്ട്സ് ഒക്കെ വഴി ഞങ്ങളുടെ റിസൾട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റി ആരൊക്കെ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കോൺടാക്ട്സും കിട്ടിയായിരുന്നു. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ പെപ്പിലെ ഞങ്ങളുടെ മെൻറ്റേഴ്സ് തന്നെ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഇൻട്രസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് കോൺടാക്റ്റ്
ലൈക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി അവർ ഞങ്ങൾക്ക് എടുത്തു തരുമായിരുന്നു. പെപ്പിൻ്റെ മെറ്റീരിയൽ പാക്കേജ് ഭയങ്കര നല്ലതായിരുന്നു, വളരെ കോംപ്രഹെൻസീവ് ആയിരുന്നു, ഭയങ്കര പ്രിസൈസും ആയിരുന്നു. സോ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് അപ്രോച്ചബിൾ മെറ്റീരിയൽസ് ആണ് ഇപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ തിയറി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറും കൂടെ ആയതുകൊണ്ട് ഭയങ്കര വാസ്റ്റാണ്. ബട്ട് നമുക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കി എല്ലാ സബ്സെക്ഷനും വേണ്ടി പ്രിസൈസ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ചില ഡിഫിക്കൽട്ട് ടോപ്പിക്സ് ആണെങ്കിലും അങ്ങനെ ഇയേഴ്സിൻ്റെ ടൈം ലൈനൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട്സ് അതെല്ലാം ഞങ്ങളുടെ ലൈക്ക് ഇൻട്രാക്റ്റീവ് സെഷൻസിൽ ഓൾറെഡി നമുക്ക് കിട്ടുമായിരുന്നു. അപ്പം അതൊക്കെ പിന്നീട് ഒരു PPT ഒക്കെ ഞങ്ങൾക്ക് ഗ്രൂപ്പിലിടായിരുന്നു. അതൊരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയായിരുന്നു. ഞാൻ എന്തുകൊണ്ട് വേറൊരാൾക്ക് പെപ്പ് റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പം ഒന്നും അറിയില്ലാത്ത ഒരാൾ ലൈക്ക് ഇങ്ങനൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളൊരു സെനാരിയോയിലൂടെ ഇറങ്ങി ചെന്നാൽ അയാളെ ഗൈഡ് ചെയ്യാൻ എന്തായാലും പെപ്പിനെ കൊണ്ട് പറ്റും. കാരണം അവർക്ക് ഓൾറെഡി ഓവർ ദ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നമ്മളെങ്ങനെ എൻ്റെ ഇടയിൽ കൂടെ നാവിഗേറ്റ് ചെയ്ത് വിടണം എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മെൻറ്റേഴ്സ് അതിൻ്റെ അകത്ത് 100% ഡെഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഞങ്ങൾക്കൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇത്ര യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇന്ന കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ടെന്നോ അതിനെപ്പറ്റിയൊന്നും ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. സോ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസിലെ കോഴ്സസിനെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ എപ്പോഴും ഗ്രൂപ്പിൽ അപ്ഡേറ്റഡ് ആയിരുന്നു. പിന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സിലോട്ട് പോകാനും അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഒക്കെ ചെയ്യണമെങ്കിൽ എപ്പോഴും ഞങ്ങളുടെ മെൻറ്റേഴ്സ് ആണെങ്കിലും ആ ഗ്രൂപ്പ് ഹാൻഡിൽ ചെയ്യുന്ന ഇവിടുത്തെ പെപ്പിൻ്റെ അഡ്മിൻസ് ആണെങ്കിലും അവരെപ്പോഴും അതിനെപ്പറ്റി അപ്ഡേറ്റഡ് ഒക്കെ ആയിരുന്നു. സോ നമുക്കിപ്പം എന്തെങ്കിലും അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ ഓഫ് കോഴ്സ് ദേ ആർ ഓൾവേസ് അപ്രോച്ചബിൾ. ഞാൻ 100% സാറ്റിസ്ഫൈഡ് തന്നെയാണ്. ബിക്കോസ് ഇത് എൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു പെപ്പിൻ്റെ കൂടെ. ആൻഡ് ഐ എം വെരി ഹാപ്പി ഐ ഗോട്ട് പ്ലേസ്ഡ് ഇൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി. എനിക്ക് നല്ലൊരു അക്കാഡമിക് എക്സ്പോഷർ കിട്ടി. അതിനോടെന്നും ഞാൻ പെപ്പിനോട് താങ്ക്ഫുൾ ആണ്. ആൻഡ് ടു മൈ മെൻറ്റേഴ്സ് ആസ് വെൽ. Thank you.